നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനെയുണ്ട് ശരത്തെ ഇവിടത്തെ താമസമൊക്കെ? സുഖല്ലേ? ഇത് ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? ഇവരാണ് ഗസ്റ്റ് എന്നറിഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു സാറേ. എനിക്ക് ഇവരെന്നല്ല ഒരുത്തിയും കണ്ട. അതെന്താടോ അങ്ങനെ? സാധാരണ തടവുകാർക്ക് ആരെങ്കിലും കാണാൻ വരുന്നത് വലിയ ഇഷ്ടമാ. താൻ നേരെ മറിച്ചാണല്ലോ. താനെന്താ അങ്ങനെ നിൽക്കുന്നത്? ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാർ എന്നെ പൊട്ടനാക്കുവാണോ അതോ സാറ് പൊട്ടനാണോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? എവളുടെ കാമനും കൂടി പറഞ്ഞു വിട്ട 2 ക്രിമിനലുകളെ എന്റെ സെല്ലിലേക്ക് അയച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ തലയിൽ ആൾതാമസം ഉണ്ട് സാറേ. സെല്ലിലിട്ട് മർദ്ദിച്ചതിനും അതിന് കാരണക്കാരായവരോടും ഞാൻ എണ്ണി പകരം ചോദിക്കും. ഓ അത് ശരി, അത് കൊള്ളാലോ. ഭീഷണിയാണല്ലേ? പകരം ചോദിക്കുമ്പോ ഇതും കൂടെ ചേർത്ത് ചോദിച്ചോ. ഇത് ജയിലാ. ഇവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനൊക്കെ നിയമമുണ്ട്. ജയിൽ സൂപ്രണ്ടായ എന്നെ നീ പൊട്ടനെന്ന് വിളിച്ചു. അത് ഞാൻ ക്ഷമിക്കുന്നാണോ നീ കരുതിയത്? സർ, അപകടകാരി ആള്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. നോവിക്കുമ്പോ സൂക്ഷിച്ചു വേണം, തിരിച്ചടിക്കും. എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചു. കൊലപാതകം നിനക്കൊരു ഹോബി അല്ലടാ. പൊന്നു മോനെ, നിന്നെ ഇവിടെ നിറക്കാതിരിക്കാൻ ഞാൻ വിചാരിച്ചാ സാധിക്കും. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നിന്റെ ഈ അവസ്ഥ നേരിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു, സന്തോഷായി. കഴിഞ്ഞ തവണ വന്നപ്പോ നീ എന്നെ വെല്ലുവിളിച്ചായിരുന്നു. എന്താ ഇപ്പൊ അതൊന്നും ചെയ്യണ്ടേ നിനക്ക്? സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലേ ഇതുപോലെ പലയിടത്തുനിന്നും മടി കിട്ടും. വരട്ടെ ശരത് സാറേ. ശരി സാർ. അയ്യോ, മാഡത്തിന് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? എന്തിന്? എനിക്കൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയില്ലേ. കേസ് തോറ്റ് തുന്നമ്പാടി വന്ന വഴിയല്ലേ, അതിന്റെ ക്ഷീണം കാണത്തില്ലേ? കേസാവുമ്പോ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അയ്യോ, ഇങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞത്. ഓരോരോ വീരവാദങ്ങളായിരുന്നല്ലോ, അതൊക്കെ പോയോ? അധികം സന്തോഷിക്കൊന്നും വേണ്ട. നിങ്ങളുടെയൊക്കെ മുൻപിൽ ഞാൻ തല ഉയർത്തി നിൽക്കുന്നൊരു ദിവസം അധികം വൈകാതെ തന്നെ ഉണ്ടാവും. അവനെ ജാമ്യത്തിൽ ഇറക്കുമെന്നാ കുട്ടി ഇപ്പോഴും പറയുന്നത്. അതെ, ഒരു തവണ ജാമ്യം തള്ളിയെന്ന് കരുതി അതോടെ എല്ലാം അവസാനിക്കുന്നൊന്നുമില്ല. ഞാൻ ഇനിയും ശ്രമിക്കും. ശരത്തിനെ പുറത്തിറക്കുകയും ചെയ്യും. നിനക്ക് അത്ര വാശിയുണ്ടായിരുന്നെങ്കിലേ ഇത്തവണ അത് വേണമായിരുന്നു. എന്താ അങ്ങനെ ചെയ്യാത്തത്? നിങ്ങൾക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ? ഇതല്ലേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ക്രിമിനൽ ശരത്തിന് ജാമ്യമില്ല, പ്രതി റിമാൻഡിൽ. ശരത്ത് ജയിലിൽ കിടക്കുന്നത് ആദ്യമായിട്ടാണോ വക്കീലെ? പോയി അന്വേഷിക്കും. അടുത്ത ഊഴം നിന്റേതാ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിന്നെ ഞാൻ ജയിലിലിടും.
ഒന്നും ഞാൻ മറന്നിട്ടില്ലടി. നീ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങത്തില്ലടി. പ്രതികാരം ചെയ്യാൻ ഇങ്ങോട്ട് വാ. ഉം. എന്നോട് വിളച്ചിലെടുത്താലേ ഇനി ഞാൻ പ്രതികരിക്കും. എനിക്കിനി മേലും കിഴുവൊന്നും നോക്കാനില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച നിങ്ങൾക്ക് കൊള്ളാം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഇത്രയും കഴിവുകെട്ട ഒരു വക്കീലിനെ ആണല്ലോ ശരത്തിന് വക്കാലത്ത് ഏൽപ്പിക്കാൻ തോന്നിയത്. നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ശരത്ത് പുഷ്പം പോലെ വെളിയിൽ ഇറങ്ങിയനെ. ഇത്ര നേരം പറഞ്ഞു കേസിന്റെ മെറിറ്റ് കൊണ്ടാ ജാമ്യം കിട്ടാത്തതെന്ന്. ഇപ്പൊ പറയുന്നു വക്കീല് കൊള്ളാഞ്ഞിട്ടാണെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കോ? അതെങ്ങനെ? മനസ്സ് നിറയെ ദുഷ്ടത്തിനാണല്ലോ. പിന്നെ എങ്ങനെ നിലപാടുണ്ടാവാന്? എനിക്ക് നിലപാടില്ലെങ്കിലും നിനക്കതുണ്ടല്ലോ, അത് മതി. മോളെ, കോടതിയിലും ജീവിതത്തിലും നീ എതിർക്കുന്നതേ സിദ്ധുനെയാ. സിദ്ധു എന്നും പറഞ്ഞൊരു വക്കീല, തോൽപ്പിക്കാൻ കുറച്ച് പാടാ. ഇന്ന് നിനക്കത് മനസ്സിലായി കാണുമല്ലോ. കോടതിയിൽ മാത്രമല്ല, ജീവിതത്തിലും ജയിക്കാൻ പോകുന്നത് അവൻ തന്നെയായിരിക്കും. ഇനി അതിനു വേണ്ടി നീ കാത്തിരിക്കാൻ തുടങ്ങും. ഇപ്പൊ ശരത്ത്, അടുത്തത് നീ. അതാ സംഭവിക്കാൻ പോകുന്നത്. ഒരു ന്യായം എന്നോട് പറയണ്ട. എന്ത് വന്നാലും തിരിച്ചെടുക്കുമെന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തായി? ശ്രമിക്കാതിരുന്നില്ലല്ലോ പ്രഭാവതി. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് തന്നെയാ കരുതിയിരുന്നെ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കതിലല്ല വിഷമം. എന്റെ മോളുടെ കല്യാണം മുടങ്ങിയതാ. അത് ഞാൻ എങ്ങനെ സഹിക്കും? അതിന് എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്ക് വലുത് എന്റെ മോന്റെ ഭാവിയാ. അത് നശിച്ചു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു കെണി വരുമെന്ന്. എല്ലാം അവൾ ഒറ്റ വരുത്തി വെച്ചത് ദേവിക. വീട്ടിൽ വന്ന് കാണാന്നാ ഞാൻ കരുതിയത്. പിന്നീടത് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പാർവതിയോട് പറയാനുണ്ട്. എന്താ? നിങ്ങളുടെ വീട്ടിൽ എന്നു മുതലാണോ ശരത്ത് താമസിക്കാൻ തുടങ്ങിയത്, അന്ന് മുതല് കഷ്ടകാലം ഞങ്ങൾക്ക്. ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് പ്രശ്നങ്ങളാ. സഹിക്കുന്നതിൽ ഒരു പരിധിയില്ലേ? അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി നിങ്ങളുടെ വീടുമായിട്ടോ നിങ്ങളുമായിട്ടോ ഒരു ബന്ധവും എനിക്ക് ഉണ്ടായിരിക്കില്ല. ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാണ്. അങ്ങനെ പറയില്ലേ പ്രഭാവതി. എന്റെ മോളുടെ ഭാവിയെ അത് വല്ലാതെ ബാധിക്കും. നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മോളുടെ ഭാവിയാ. അതുപോലെ തന്നെയാ എനിക്കും. എനിക്കെന്റെ മകന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണ്ടേ? കല്യാണം വേണ്ടെന്ന് വെച്ച ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയും എന്റെ മുന്നിലില്ല. ഇതെന്റെ തീരുമാനം. ശരത്തിന് ചിലപ്പോ മറിച്ചൊരു അഭിപ്രായം കണ്ടേക്കാം. അത് അവനാ പറയണ്ടേ. ഞങ്ങൾക്ക് ശരത്തിനെയും വേണം, പ്രഭാവതിയും വേണം. എന്നെ ഇനി പ്രതീക്ഷിക്കണ്ട. ഞാൻ ഇനി ഒന്നിനുമില്ല. ശരത്തിന്റെ അഭിപ്രായം അവൻ പറയും. ഒന്നുകൂടി ആലോചിച്ചൂടെ? ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.